ലൈംഗിക പീഡന കേസിൽ കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷിന്റെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ പിന്നിട്ടു. എറണാകുളത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അഭിഭാഷകനൊപ്പമാണ് മുകേഷ് ഹാജരായത്. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അതെ, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 10:15 കൂടിയാണ് നടനും കൊല്ലം എംഎൽഎയുമായ മുകേഷ് അഭിഭാഷകരോടൊപ്പം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത്. കൊച്ചിയിലെ കോസ്റ്റൽ പോലീസ് ആസ്ഥാനത്താണ് അന്വേഷണ സംഘമുള്ളത്. അവർക്ക് മുമ്പിലാണ് ഇപ്പോൾ അന്വേഷണം ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പീഡന കേസുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മരടിലും അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലുമായിട്ടാണ് 2 കേസുകൾ ചുമത്തിയിരിക്കുന്നത്. ആലുവ സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഈ ആലുവ സ്വദേശിയുടെ മൊഴി നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ ഈ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഭയം മുകേഷിനില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ മുകേഷിന് കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുകേഷ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പണം തട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകൾ മുകേഷിന് ഹാജരാക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. അഭിഭാഷകനോടൊപ്പമാണ് മുകേഷ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായിരിക്കുന്നത്. 10:15 കൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മിനിറ്റുകൾ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുക.